പാകിസ്ഥാൻ അവിടെ വന്നത് മനസ്സിലായില്ലേ, യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് തന്നെ ഒരു അടിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതായ സമയത്താണ് പാകിസ്ഥാൻ ഈ നമ്മുടെ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ മധ്യസ്ഥനാവും. അതോടെ നമുക്ക് ഇവിടെയുള്ള പാകിസ്ഥാൻ സ്നേഹികൾക്ക് ഭയങ്കര രോമാഞ്ചം. പക്ഷെ അതിൽ രസകരമായിട്ടുള്ള സംഭവം പാകിസ്ഥാന്റെയാണ്. പാകിസ്ഥാൻ അവിടെ വന്നത് മനസ്സിലായില്ലേ, യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് തന്നെ ഒരു അടിയാണ്. ഇതാരുടെ കണ്ടുപിടുത്തവാ? അത് നമ്മൾ തന്നെ. കാരണം വെച്ചാൽ ഇപ്പൊ പാകിസ്ഥാൻ ഒരു മുസ്ലിം കൺട്രീസിന്റെ ഒരു ബ്രോക്കറായിട്ട് അല്ലെങ്കിൽ ഒരു പീസ് ബ്രോക്കറായിട്ട് നമ്മൾ പറയാ, ഓണസ്റ്റ് ബ്രോക്കറായിട്ടൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. അതിന് പാകിസ്ഥാൻ ആ ചർച്ച വഴി വലിയ മൈലേജ് ഒക്കെ ഉണ്ടായി എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതെന്തുകൊണ്ട് ഇന്ത്യക്ക് കിട്ടിയില്ല? അപ്പോ പാകിസ്ഥാൻ മധ്യസ്ഥനായി, ഇന്ത്യ മധ്യസ്ഥനായില്ല. അതിലാണ് ഈ സന്തോഷം. ഒന്നും തോന്നരുത്, ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. നീ എന്താ പാകിസ്ഥാന്റെ ആളാ? ഇന്ത്യക്ക് അതുമായി യാതൊരു രീതിയിലും ബന്ധപ്പെടേണ്ട കാര്യമില്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ ഒരുത്തന്റെയും കാര്യം തലയിടാൻ പോകുന്നില്ല, അതുപോലെ ആരും ഇങ്ങോട്ട് പറയണ്ട. പാകിസ്ഥാൻ മധ്യസ്ഥനായി എന്നുള്ളതിലല്ല, അതിൽ കൂടുതൽ സന്തോഷം ഇന്ത്യ മധ്യസ്ഥനായില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ പേരിൽ ഇപ്പൊ ഇന്ത്യയെ ചീത്ത പറയാം, നരേന്ദ്രമോദിയെ ചീത്ത പറയാം. നരേന്ദ്രമോദിയെ എന്തിനു കൊള്ളാം, തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം ഇവിടെ പറഞ്ഞിട്ട്. എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. അങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം. താൻ ഏത് വഴിയെ പോയാലും ഞങ്ങളുടെ തെറി ഉറപ്പാണ്. അഥവാ തന്നെ കണ്ടില്ലേ ഞങ്ങൾ വീട്ടിൽ ഒന്ന് തെറി പറയും. പ്രത്യേകിച്ച് അമേരിക്കയുടെ ചർച്ച നടത്തേണ്ടുന്ന രാജ്യം, അല്ലെ അമേരിക്കയ്ക്ക് ചർച്ച ഒരുക്കി കൊടുക്കേണ്ട രാജ്യം കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും പറയാ? നോക്കൂ, അമേരിക്കയുടെ ഒരു ചർച്ച നടത്തി അമേരിക്കയുടെ ഏറാം മൂളിയായിട്ട് ഷൂ നക്കിയായിട്ട് ഇന്ത്യ വരുന്നു, ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി വരുന്നു, പ്രധാനമന്ത്രി വരുന്നു എന്നുള്ള ഒരു നരേറ്റീവ് ആയിരിക്കും പിന്നെ വരിക. നമ്മുടെ നാട്ടിൽ ഇത്രയും പേരത്തെ കഥാകൃത്തുകൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കഥകളാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. അമേരിക്കയെ ചർച്ച എടുത്താൻ ഇങ്ങോട്ട് വരുമ്പോ അതായിരിക്കും രസം. അമേരിക്ക പുറത്തു പോവുക എന്ന് പറഞ്ഞ് പല ആളുകളും, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്ന. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കാടത്തപരമായ നിലപാടാണ് ഈ ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കൻ കമ്പനികളോട് ഞാൻ പറയുന്നു, ഇതാ ഞാൻ പറഞ്ഞ ഗോവിന്ദൻ മാഷ് നമ്മുടെ താത്വിക ആചാരനാണ്. അങ്ങനെ ഒരു സംഗതി ഒഴിവായി കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥം വഹിച്ചു. അതേസമയം വിശ്വഗുരു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ അത് നരേന്ദ്രമോദി ഒന്നും മധ്യസ്ഥം വഹിച്ചില്ല, പാകിസ്ഥാൻ ആ ഒരു ക്രെഡിറ്റ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ രാഹുൽ ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി എന്നെങ്കിൽ ചർച്ച ഇന്ത്യയിൽ നടന്നേനെ. ഇത്രയേ ഉള്ളൂ, ഇത് ഈസി അല്ലേ എന്നൊക്കെയുള്ള വാദഗതികൾ കമന്റുകളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. പാകിസ്ഥാൻ എന്ത് മധ്യസ്ഥത വഹിച്ചു എന്നാണ്. പാകിസ്ഥാൻ ഈ മുറിയിലിരുന്ന് അമേരിക്ക പറയുന്ന കാര്യം അപ്പുറത്ത് പോയി ഇറാനോട് പറയും, ഇപ്പുറത്ത് വന്ന് പറയും. അവിടെ പറയണ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വള്ളിപുള്ളി വിടാതെ ഇവിടെ ഒന്ന് പറയണേ. തെറ്റിച്ച കുന്നളഞ്ഞു നടന്ന് പണ്ടറണെങ്കിൽ ഷഹബാസ് ഷെരീഫ് ആ ഒരു ഹോട്ടലിന്റെ ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്ക് 1.5 കിലോമീറ്റർ നടക്കണ്ടേ. ഇത്രയും ഞാൻ വിചാരിച്ചില്ല, എനിക്ക് വയ്യേ. ലിഫ്റ്റ് കയറുകയും വേണം. ഇതൊക്കെയാണ് പാകിസ്ഥാൻ വഹിച്ച മധ്യസ്ഥത. നീ അവനെ പറ്റി പൊക്കി പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു അവന്റെ കാര്യം പോക്കാന്നുള്ളത്. ഇന്ത്യ മധ്യസ്ഥതയ്ക്ക് പോയിരുന്നത് നന്നായി, നമ്മുടെ തടി ചീത്തയാകുന്ന ഏർപ്പാട്. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്. നമ്പർ 2, നമ്മൾ വിചാരിച്ചാൽ പോലും മധ്യസ്ഥനാകാൻ പറ്റുമായിരുന്നില്ല. രാഹുൽ ഗാന്ധി അല്ല, ഇനി ഇന്ദിരാഗാന്ധി എണീറ്റ് വന്നാൽ പോലും. കാരണം ട്രംപിന്റെ ആവശ്യം ഒരു മുസ്ലിം രാജ്യം വേണം. ഇറാനുമായിട്ടാണല്ലോ ചർച്ച. ഇറാൻ കംഫർട്ടബിൾ ആകണമെങ്കിൽ ഒരു മുസ്ലിം രാജ്യം വേണം. അത് ശരിയാ, രക്തം രക്തത്തെ തിരിച്ചറിയുന്ന. അവസാനം ട്രംപ് പറഞ്ഞു, എടാ നമ്മുടെ ആ ജോലിക്കാരനില്ലേ പാകിസ്ഥാൻ, അവനോട് പറ, അത് ചെയ്യാൻ പറ, അവനത് ചെയ്യും. കാര്യം കാണാൻ കരുതക്കാലം പിടിക്കണമല്ലോ. അയ്യോ അവന് ഇതിൽ റോളൊന്നും ഇല്ലല്ലോ. അവന് ഈ ചായ കൊണ്ടുവന്ന് കൊടുക്കുക, പരിപ്പുവട, പഴംപരി ഇതൊക്കെ എത്തിക്കുക, ഇത്രയല്ലേ ഉള്ളൂ. അതവൻ ചെയ്തോളും, അതിനൊക്കെ മിടുക്കൻ അവൻ. താനൊരു കാര്യം, ഒരു ചായ വാങ്ങിച്ചോണ്ടോ ടീച്ചർക്ക്? ഇപ്പൊ വേണ്ട, എപ്പ വേണമെങ്കിലും പറഞ്ഞാൽ മതി, നമ്മുടെ പ്യൂണ. ഈ മറ്റേ ആസിം മുനീറൊക്കെ നല്ല പഴംപരി ഉണ്ടാക്കുന്ന ആൾക്കാർ. അങ്ങനെയാണ് പാകിസ്ഥാൻ. ഈ ബോഷ്കിന് നമ്മൾ രക്ഷപ്പെട്ടതാണ്. അതെന്താ ഈ കേസ് എനിക്ക് ഏറ്റെടുക്കാൻ തോന്നാത്തതില്? കാരണം ടഫായിട്ടുള്ള മീഡിയേറ്റേഴ്സിന് അമേരിക്കക്ക് പറ്റില്ല. അമേരിക്കക്ക് വേണ്ടത് ചായ കൊണ്ടുവന്ന് തരാൻ ആള്. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ അല്ല സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണ്. അതിന് പാകിസ്ഥാനാണ് പറ്റിയത്. അമേരിക്കക്ക് ചായയും പരിപ്പുവടയും കൊണ്ടുപോയി കൊടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടാത്തതിൽ നമ്മൾ സന്തോഷിക്കുക. ഇതൊക്കെ എന്ത് മധ്യസ്ഥത എനിക്കറിയാം. എടാ അമേരിക്കക്കാരൻ അവൻ എന്നോട് പറയാ ഞാനിറങ്ങി കൊടുത്തു. ഇപ്പൊ USA എന്ന് പറഞ്ഞ പാകിസ്ഥാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കിക്കൊണ്ട് ആണ് ഇവരിപ്പോ തൽക്കാലം ഒരു ഒത്തുതീർപ്പിന് വേണ്ടി പോകുന്നത്. അപ്പൊ വേറൊരാളെ ഒത്തുതീർപ്പിന് കൊണ്ടുവരുന്നു. ആര് കൊണ്ടുവരുന്നു? അമേരിക്ക കൊണ്ടുവരുന്നു. ആരെ കൊണ്ടുവരുന്നു? പാകിസ്ഥാനെ കൊണ്ടുവരുന്നു. സാർ ഇത്ര മണ്ടനായി പോയല്ലോ. അവനെ ഞാൻ കൊണ്ടു നടന്നത്
പറയുന്നത് എനിക്ക് ചായ വാങ്ങി തരാനും വീട്ടുകാർക്ക് മീനും പച്ചക്കറിയൊക്കെ വാങ്ങി കൊടുക്കാനുമാ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഇതൊന്നും അറിയാൻ പറ്റാതെ ചുമ്മാ പാകിസ്ഥാൻ മധ്യസ്ഥനായി നമ്മളായില്ല, അതുകൊണ്ട് നരേന്ദ്രമോദി മോശക്കാരൻ. നരേന്ദ്രമോദി കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കുന്നത് പാകിസ്ഥാനിലുണ്ടോ? എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. എത്രയാ? 358 രൂപ 1 ലിറ്റർ പെട്രോൾ, 422 രൂപ 1 ലിറ്റർ ഡീസൽ പാകിസ്ഥാനിൽ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പാകിസ്ഥാൻ രൂപയാണ്. ഇന്ത്യൻ രൂപയായിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 170 160 രൂപ വരും. എന്നാലും ഇവിടെ പെട്രോളിന് 160 രൂപ ഇല്ലല്ലോ, ഉണ്ടോ? അതൊരു മോദിക്ക് മധ്യസ്ഥനായില്ല, വല്ലവരുടെയും മഴക്കിൽ പോയി തല വെച്ചിട്ട് കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. എന്നാ പിന്നെ നീ ഇത് പിടി മോനെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എന്ത് പറഞ്ഞാലും, ഇത് എൻ്റെ അഭിപ്രായമാണ്, വേറെ വിദഗ്ധർ ഇവിടെ ഉണ്ട്, നമ്മുടെ ആരാണ് സുഹൃത്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സുഹൃത്ത് റഷ്യയാണെന്നേ. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? അതും ഇതുമായിട്ട് എന്താ ബന്ധം സാർ? അത് USSRന്റെ കാലഘട്ടം തൊട്ടിട്ടേ റഷ്യയാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? അത് അന്നത്തെ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന് സ്ഥിരം ശത്രുക്കളും ഇല്ല മിത്രങ്ങളും ഇല്ല. അത് USSRന്റെ കാലഘട്ടം തൊട്ടിട്ടേ റഷ്യയാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിപ്പോ എല്ലാ കാലവും മനുഷ്യർ ഒരുപോലെ ഇരിക്കുവോ? ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി. അപ്പോഴാ കോഴിത്തല ഇയാളുടെ ആട്ടും കാട്ടും. വീണ്ടും തുടങ്ങും, ഇവര് ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് ഇസ്രായേലാണ്, ഇവര് ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് ഇസ്രായേലാണ്. ഓ റൂട്ട് അങ്ങോട്ടാണോ? എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. താനിക്ക് എന്താണോ എന്നെ കാണുമ്പോൾ ചോദിച്ചത്? അനാവശ്യമായ ഒരു ഇസ്രായേൽ വിരോധം ജനങ്ങളിൽ കുത്തിവെക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ് ചെയ്തു. അതെ, എന്റെ വലിയ മാമ ഏർപ്പെടുത്തിയ ചില ചിട്ടകളാ, ഞാനും അത് അനുവർത്തിച്ചു പോരുന്നു. ഓ ആയിക്കോ ആയിക്കോ. അത് ചെയ്തത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറെയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു ആ കാര്യത്തിൽ. അതെന്ത് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം. ഇതിനെ ഞങ്ങൾ തരികിടാന്ന് പറയണേ. ഇപ്പോഴും നോക്കൂ, കേരളത്തിൽ ഏറ്റവും വലിയ ബഹളം നടക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലും ഒക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. ഈ തട്ടിപ്പ് പ്രസ്ഥാനമൊക്കെ അവസാനിപ്പിക്കാൻ നേരമായിട്ട് ഇപ്പോഴും കോൺഗ്രസിന് ഇസ്രായേലുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കുന്നതിൽ കണ്ണുകടി. അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ചുമ്മാ അല്ലടേ ഇത് നന്നാകാത്തത്. വാസ്തവത്തിൽ ഇസ്രായേൽ ഭാരതത്തിന് എന്ത് ദോഷമാണ് ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ നോക്കും, നമുക്ക് ഈ അയൺ ഡോം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അയൺ ഡോം. പിന്നെ എന്താ, ഐസ് ബ്രേക്കിംഗ് മിസൈൽ, ഇതുപോലത്തെ അത്യന്താനിക ആയുധങ്ങൾ, അവരുടെ ഇന്റലിജൻസ്, അവരുടെ ടെക്നോളജി, ഇത് ഇപ്പൊ തന്നെ ഇസ്രായേലുകൾ നിർമ്മിച്ച ഡ്രോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇസ്രായേലിന്റെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ആ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു, ഡ്രോൺ ഉപയോഗിച്ചിരുന്നു. എല്ലാ പ്രതിസന്ധിയിലും ഇസ്രായേൽ നമ്മളെ സഹായിച്ചിട്ടേ ഉള്ളൂ. ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത്. അപ്പൊ ഈ കടലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവർ സഹകരിക്കുന്നതിൽ തെറ്റെന്താ? ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ മനുഷ്യൻ പുരോഗതിക്കുന്നത്. അങ്ങനെയാ വിവരമുള്ളവര്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട. അതോ നമ്മളുടെ എല്ലാ പുരോഗതിയും ആ പാലസ്തീൻ വെച്ച് അവസാനിപ്പിക്കണം? എന്റെ പൊന്നു കൂടോത്രമേ, നീ എന്നെ വിട്ടൊന്ന് പോകുമ്പോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോ അത് കാണുന്നത് ഇറാന്റെ ഒരു വിജയമാണ്. അപ്പൊ ആ നിലക്കൊരു വിജയമായിട്ടാണ് ഞാനിപ്പോ കാണുന്നത്. ഇപ്പൊ യുദ്ധം നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് ഞാൻ തീരുമാനിച്ചോളാം, സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം.